എല്ലാത്തിനും നമ്മൾ സാഹചര്യങ്ങളെ പലപ്പോഴും പഠിക്കുന്നവരാണ്. അന്നേരം നമ്മൾ നല്ലപോലെ നോക്കിക്കഴിയുമ്പം ബുക്കിന്റെ വെളിപാടിൽ നമ്മൾ നോക്കിക്കഴിയുമ്പം വാസ്തവം പറഞ്ഞാൽ ആദ്യം പാവം ഉണ്ടാകുന്ന സ്വർഗത്തിൽ തന്നെ എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല സാഹചര്യത്തിലാണ് പാവം ഉണ്ടാകുന്നത്. മലഹമരാണല്ലോ അതുമ്പതിച്ചത്. അപ്പം അന്നേരം അവിടുത്തെ നോക്കിയാൽ അവർ സ്പിരിച്വൽ ബീങ്സ് ആയിരുന്നു. അവർക്ക് ഇതില്ല, ആത്മീയ ശരീരമായിരുന്നു. അവർ ദൈവത്തിൻ്റെ സ്വർഗത്തില്ല, ദൈവത്തിൻ്റെ അടുത്തായിരുന്നു. ദൈവത്തെ പരിശുദ്ധൻ പരിശുദ്ധൻ പാടിക്കൊണ്ടിരുന്നവരാണ്. അങ്ങനെ അന്ന് പ്രലോഭകനുമില്ല, പ്രലോഭനവുമില്ല. അങ്ങനെ ഒരു ഇനി കാണുമായിരിക്കും ഒരു അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 6-7 വലിയ കാര്യങ്ങളുടെ ആ മധ്യത്തിലാണ് ശരിക്കും ആദ്യത്തെ മാലാഖമാര് പാവത്തിലേക്ക് പോകുന്നത്. അപ്പൊ നമുക്ക് ഒരിക്കലും നമ്മൾ നല്ലപോലെ ധ്യാനിച്ച് കഴിയുമ്പോൾ നമ്മളെപ്പോഴും നമ്മൊരു അതും അങ്ങോട്ട് പരാതിയാണല്ലോ, ഹവ്വ അങ്ങ് തന്ന ഹവ്വ കാരണമാണ്. അതുവരെ അങ്ങനെയല്ലായിരുന്നു. ഇതിപ്പോ എൻ്റെ മാംസത്തിന്റെ മാംസവും അസ്ഥിയുടെ അസ്ഥി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നവർ പെട്ടെന്ന് ഇങ്ങനെ പഴി ചാരുവാണല്ലോ. അപ്പൊ നമ്മളും അറിയാതെ നമ്മുടെ സാഹചര്യങ്ങളെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരാ. സാഹചര്യങ്ങളാണ് നമ്മളെങ്ങനെയാക്കുന്നതെന്ന്. അത് കത്തോലിക്ക അല്ല ക്രിസ്ത്യൻ സ്പിരിച്വാലിറ്റി അല്ല. സാഹചര്യങ്ങൾ നമുക്ക് ഏത് സുവിശേഷം ജീവിക്കാൻ ഇങ്ങനെ ഇതിൻ്റെ ഓരോ അങ്ങനെ ഇങ്ങനെ സുവിശേഷം ജീവിക്കാൻ ഏത് സാഹചര്യത്തിലും പറ്റുമെന്ന്. അപ്പം അത് നമുക്ക് സാഹചര്യങ്ങളെ പഴിക്കാൻ പറ്റത്തില്ല. ഏറ്റവും വലിയ ഇപ്പം ഇത്രയും നല്ല ഒരു സാഹചര്യത്തിലേക്ക് നമ്മളെ തിരിച്ചു കൊണ്ടുപോയാലും നമ്മൾ പാവം ചെയ്യലെന്ന് ഉറപ്പില്ല. കാരണം ആ സാഹചര്യത്തിലാണ് പാവം ചെയ്തത്. പക്ഷെ ഇതിൻ്റെ എല്ലാം ഓപ്പോസിറ്റാണ് മാതാവി നടന്നത്. മാതാവ് ഒരു കൊച്ചുദേശീയ പുണ്യവതിയൊക്കെ പറയുന്നത് മാതാവിനെ നമ്മളൊരു ആത്മീയ അതിശയമായിട്ട് കാണരുത്. ഇങ്ങനെ മാതാവേ നമുക്ക് കൊച്ചുദേശീയ പുണ്യവതിക്ക് ഇങ്ങനെ വൈദികനാകാൻ സ്ത്രീകൾക്ക് പറ്റിയാലെന്ന് അറിയാമെങ്കിലും കൊച്ചുദേശയ്ക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, എനിക്കൊരു വൈദികനാകണം. എന്നിട്ട് അതിൻ്റെ ഉദ്ദേശം കുർബാനയല്ലാനല്ല, വൈദികനായിട്ട് ലോകത്തിൽ എല്ലായിടത്തും പോയി പ്രസംഗിക്കണം. മാതാവ് നമുക്ക് അനുകരിക്കാൻ പറ്റിയ ഒരു വ്യക്തിയാണ്. അല്ലാതെ നമ്മളിങ്ങനെ അതിശയിച്ച് മാതാവിനെ നമുക്കൊരിക്കലും നമുക്ക് അനുകരിക്കാൻ പറ്റാത്ത ഒരു ദൈവം അങ്ങനെ ആക്കി തീർത്ത ഒരു വ്യക്തിയാണെന്ന് നമ്മൾ സമ്മതിക്കരുത്. അതുകൊണ്ട് കൊച്ചുദേശ പറഞ്ഞു മാതാവിനെ കുറിച്ച് ഒത്തിരി പുസ്തകങ്ങളും ഒത്തിരി വലിയ വേദപാരങ്ങളും ഒക്കെ വലിയ പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. കൊച്ചുദേശ പറയുന്നത് അതൊന്നും വേണ്ട, മാതാവിനെ കുറിച്ച് കൊച്ചുദേശ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, അത്രയേ ഉള്ളൂ. മാതാ എന്ന് പറഞ്ഞാൽ അത്രയും വെച്ച് മാതാവിനെ അനുകരിക്കാൻ പറ്റിയ ഒരാളാണ് നമുക്ക്. അല്ലാതെ അത് അങ്ങനെ ഒരു ആത്മീയ അതിശയമല്ല. അങ്ങനെ നമ്മൾ അന്നേരം നമുക്ക് അനുകരിക്കാൻ തോന്നത്തില്ലല്ലോ. ഈ മാതാവ് ഈശോ തന്നെ അത് പറയുന്നുണ്ടല്ലോ, നമ്മളറിയാതെ അങ്ങനെ ഇത് പറയുന്നതാണ്. ഈ നിന്നെ പ്രസവിച്ച നിന്നെ വഹിച്ച ഉദരവും നിന്നെ പാലൂട്ടിയ പയോദരങ്ങളും ഭാഗ്യം എന്ന് പറഞ്ഞപ്പം ഈശോ പറയുന്ന 3 സുവിശേഷത്തിലും ഈശോ പറയുന്നത്, ലൂക്കാ സുവിശേഷത്തിൽ പറയുന്നത് ദൈവത്തിന്റെ വചനം കേട്ട് ദൈവവചനം കേട്ട് അത് അനുസരിക്കുന്നവർ അതിലും ഭാഗ്യമെന്നാണ്. ഈ പ്രതിവചന സങ്കീർത്തനം ലത്തീൻ പള്ളിയിലൊക്കെ അറിയാമല്ലോ. നമ്മൾ ഈ ലാറ്റിൻ കുർബാനയിൽ പ്രതിവചന സങ്കീർത്തനം എന്ന് പറയുന്നത് പോലെ ഈശോ ഈ പുള്ളിക്കാരി അവിടെ ഇരുന്ന് ഒരു കേട്ടോണ്ടിരുന്ന ഒരാളെ ഈശോ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞപ്പോഴത്തേനും പറഞ്ഞു, അത് അതിശയിച്ചിട്ട് പറഞ്ഞതാണ്, നിന്നെ വഹിച്ച ഉദരവും നിന്നെ പാലൂട്ടിയ പയോദരങ്ങളും ഭാഗ്യമുള്ളവർ. അന്നേരം പ്രതിവചന സങ്കീർത്തനം പോലെ പെട്ടെന്ന് അത് പറഞ്ഞു തീരുന്നതിന് മുമ്പ് ഈശോ പറയുകയാണ്, ദൈവത്തിന്റെ വചനം കേട്ട് അത് അനുസരിക്കുന്നവർ അതിലും ഭാഗ്യവാന്മാരെന്ന് പറഞ്ഞു. മാതാവിനേക്കാളും ഭാഗ്യം നമുക്കുണ്ട് കേട്ടോ. അതിൽ എന്ന് പറഞ്ഞാൽ മാതാവ് ഈ ഭാഗ്യത്തിൽ കയറി. പക്ഷെ ഈ ദൈവത്തെ ഉദരത്തിൽ വഹിക്കുകയും ദൈവത്തിന് പാലൂട്ടി വളർത്തുകയും ചെയ്ത ആ ഭാഗ്യത്തിലും വലിയ ഭാഗ്യത്തിലാണ് നമ്മളെ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ആ ഭാഗ്യത്തിൽ താഴെയാണെന്ന് അല്ല ഈശോ അങ്ങനെ ആക്കിയിട്ടുണ്ടോ, നമുക്ക് വചനത്തിൽ നിന്ന് തന്നെ സ്ഥിരീകരിച്ചിരിക്കുന്നതാണ്. അങ്ങനെ അത്രയും പെട്ടെന്ന് ഈശോ പറഞ്ഞത്. ബാക്കി 2 മത്തായി സുവിശേഷത്തിലും മർക്കോസ് സുവിശേഷത്തിലും ദൈവത്തിന്റെ ഇഷ്ടം നിർവഹിക്കുന്നവരാ. അത് നമുക്കതൊരു ഈ ദൈവത്തിന്റെ ഇഷ്ടവും ദൈവത്തിന്റെ വചനവും ഒന്നാണെന്ന് പിടികിട്ടാനുള്ള ഒരു വചനവും കൂടെ അത് അങ്ങനെയാണ്. അതിന് കൃത്യമായിട്ട് അങ്ങനെ വേറെ അങ്ങനെ വചനങ്ങൾ അധികം കണ്ടില്ല, കാണുമായിരിക്കും. അങ്ങനെ വചനത്തിൽ ദൈവവചനവും അങ്ങനെ വിശുദ്ധരെല്ലാം പഠിക്കുന്ന ദൈവവചനത്തിലൂടെയാണ് ദൈവത്തിന്റെ ഹിതം വെളിപ്പെടുത്തിയിരിക്കുന്നതെന്നേ. അപ്പം ഇവിടെ ലൂക്കാ സുവിശേഷത്തിൽ ദൈവവചനം എന്നാണ്, മത്തായി സുവിശേഷത്തിലും മർക്കോസ് സുവിശേഷത്തിലും ദൈവഹിതം എന്ന് പറഞ്ഞതിനെ ആക്കിയിരിക്കുന്നതേ. അപ്പൊ അങ്ങനെ പറഞ്ഞിട്ടുണ്ടേ. അതുകൊണ്ട് മാതാവ് നമുക്ക് ഈ പറഞ്ഞ 7 മുമ്പേ ഞാൻ പറഞ്ഞ 7 സിറ്റുവേഷനിലും അതിൻ്റെ ഓപ്പോസിറ്റ് സിറ്റുവേഷനാണ്. മാതാവിൻ്റെ സ്പിരിച്വൽ ബോഡി അല്ലായിരുന്നു, ഹ്യൂമൻ ഫ്ലഷ് ആയിരുന്നു. സ്പിരിച്വൽ ബീയിങ് അല്ലായിരുന്നു, സ്വർഗീയ ഇതല്ലായിരുന്നു, ഭൂമിയിലെ അസ്തിത്വമായിരുന്നു. പിന്നെ മാതാവ് സ്വർഗത്തിലല്ലായിരുന്നു,
ദൈവ ദർശനത്തിലും അല്ലായിരുന്നു. പിശാചുക്കൾ ഉണ്ടായല്ലോ. അപ്പം പ്രലോഭനം ഉണ്ടായതിന് ശേഷമാണ് മാതാവ് പാവം ചെയ്യാതിരുന്നത്. ദൈവത്തിന്റെ അതിപ്പോൾ എങ്ങനെ ഞാൻ ഇങ്ങനെ പറയുന്നതിന്റെ ഭയങ്കര ഓപ്പോസിറ്റാണ് ഇതിന്റെ മധ്യത്തില്. കാരണം നമ്മൾ ഓർക്കണം, മാതാവിന് അമലോത്ഭവം കൊടുത്തത് കൊണ്ട് ദൈവം പ്രത്യേകം അങ്ങനെ തിരഞ്ഞെടുത്തത് കൊണ്ടാണ് മാതാവ് പാവം ചെയ്യാതെ ഇരിക്കുന്നതെന്ന്. പക്ഷെ ഇവർക്കെല്ലാം അവനേക്കാളും വലിയ സ്റ്റേറ്റിലായിരുന്നു മാലാഖമാര്. അതിനേക്കാളും അതോ അവയും അമലോത്ഭവരായിരുന്നു, അവർക്ക് പാവമില്ലായിരുന്നു. എന്നിട്ട് അവിടുന്നാണല്ലോ ചെയ്തതേ. അപ്പൊ മാതാവ് ഇതിനെല്ലാം നമുക്ക് പറയുന്ന വലിയ ഉത്തരവാണ്. മാതാവ് ഇങ്ങനെ ഇത്രയും ഏറ്റവും സാഹചര്യങ്ങളുടെ അന്ന് രക്ഷകനൊന്നും വന്നു പോലും ഇല്ലല്ലോ. എന്നിട്ട് പോലും ഈശോയുടെ രക്ഷയുടെ മെരിറ്റില്ല മാതാവ് അങ്ങനെ ആയത്. എങ്കിൽ പോലും അവിടെ മാതാവ് അവസാനം വരെ പാപം ചെയ്യാതെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ജീവിച്ചത് കൊണ്ടാണ് സ്വർഗാരോഹണം നമ്മളിപ്പോൾ ആഘോഷിക്കുമ്പോൾ, നമ്മൾ സ്വർഗാരോഹണ തിരുനാളിൽ ഒരുങ്ങുമ്പോൾ മാതാവ് ശരിക്കും ആത്മശരീരങ്ങളോടുകൂടിയാണ് കേട്ടോ. അത് ശരീരത്തിന്റെ ഉയർപ്പിന്റെ ഒക്കെ വലിയ ഒരെണ്ണമാണ്. സ്വർഗത്തിലേക്ക് നമ്മളിങ്ങനെ ഭാഷ പറഞ്ഞ് സ്വർഗാരോഹണം എന്ന് പറയുന്നതേ കാണുള്ളായിരിക്കും. ശരിക്കും മാതാവ് പരിശുദ്ധ ത്രിത്വത്തിലേക്ക് തന്നെ പ്രവേശിച്ച് ആത്മശരീരങ്ങളോടുകൂടെ. ഈശോ പ്രവേശിച്ചല്ലോ ഓൾറെഡി. ഈശോയുടെ ശരീരത്തിന്റെ ഒരു ഭാഗമായിട്ട് വത്തിക്കാൻ സെക്കൻഡൊക്കെ ഇങ്ങനെ കൂടിയപ്പം ഇങ്ങനെ മാതാവിനെ കുറിച്ചൊരു അധ്യായം തന്നെ വത്തിക്കാൻ സെക്കൻഡ് ഒരു പ്രധാന അധ്യായം ആദ്യം എഴുതിയായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ വത്തിക്കാൻ സെക്കൻഡ് കൂടിക്കൊണ്ടിരുന്നപ്പം അവർക്ക് പെട്ടെന്ന് പരിശുദ്ധാത്മാവിന്റെ പ്രചോദനം ഉണ്ടായിട്ട് അവര് ഇങ്ങനെ മാതാവിനെ കുറിച്ച് ഒരു സ്പെഷ്യൽ അധ്യായം വേണ്ട എന്നിട്ട് എഴുതിയത് മുഴുവൻ കളഞ്ഞിട്ട് മാതാവിനെ സഭയുടെ ഈശോയുടെ മൗലിക ശരീരത്തിലെ ഈശോയുടെ ശരീരത്തിലെ ഒരു അംഗമായിട്ട് മാതാവിനെ മാറ്റുകയത്. അപ്പൊ ആ അധ്യായം കളഞ്ഞു. അപ്പൊ എന്നാലും മാതാവിന് ശരിക്കും മാതാവിനെ അങ്ങനെ ആക്കിയിട്ട് ഈശോയുടെ മൗലിക ശരീരത്തിലെ അംഗമാവുക എന്നുള്ളതല്ല, ഇതിനേക്കാൾ എല്ലാം വലിയതേ ശരീരത്തിലെ അങ്ങനെ മാതാവിനെ ആക്കി. അതുകൊണ്ടാണ് മാതാവ് ആ മഹിമയോടുകൂടെ ആത്മശരീരങ്ങളുടെ മഹത്വത്തോടുകൂടെ നമുക്ക് ഊഹിക്കാൻ പറ്റത്തില്ല. ഒരു മനുഷ്യ ശരീരം നമ്മുടെ ഭാഗ്യമാണ്, അത് നമ്മുടെ ഭാഗ്യം. നമുക്ക് ഇപ്പോൾ ഒരാൾ സ്പേസിൽ പോകുമ്പം അതിനെക്കുറിച്ച് പൊട്ടൻഷ്യേഷനൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ ഒത്തിരി പൈസ കൊടുത്തായിരിക്കും നമ്മളൊരു ഇപ്പോൾ ആൾക്കാർ സ്പേസിൽ പോകുന്നുണ്ട് നമ്മുടെ അങ്ങനെ, അല്ലെങ്കിൽ ഇവിടെ പോകുന്നത് ചന്ദ്രനിൽ പോകുന്നു. അപ്പം ഇത്രയും പട്ടിണി നടക്കുന്ന ആൾക്കാർ ഇവിടെ ഉള്ളപ്പോൾ ഇത്രയും കോടികൾ മുടക്കിയിട്ട് ഒരാളെ എങ്ങനെ ചന്ദ്രനിൽ പോകണോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്പേസിലോട്ട് പോകണോ എന്ന് ചോദിക്കുമ്പോൾ ശിബിതാവ് പറയുന്ന ഒരു ഉത്തരവുണ്ട്. കാരണം ഒരാൾ അങ്ങനെ പോയെങ്കിൽ ബാക്കി നമ്മുടെ ഇവിടെ നിൽക്കുന്ന ആൾക്കും അതിൻ്റെ ഒരു മഹിമ കിട്ടുന്നുണ്ട്. ഇത്രയും സാധ്യതയിലേക്ക് ഉയരാനുള്ള ഒരു മഹിമ കിട്ടുമല്ലോ എന്ന് പറയുന്നത് പോലെ തന്നെ മാതാവ് നിത്യതയിലേക്ക് ദൈവത്തിലേക്ക് പ്രവേശിപ്പിച്ചപ്പോൾ നമ്മുടെ ശരീരവും കൂടെ അത്രയും മഹിമയുള്ളതാണെന്ന് ഒരെണ്ണം കൂടെ ഉണ്ട്. ശരീരത്തിന്റെ സഭ പഠിപ്പിക്കുന്ന എപ്പോഴും അത് ഓർക്കണം. ശരീരം ശരിക്കും അങ്ങനെ നമ്മുടെ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടവരാ. ശരീരം അഴിഞ്ഞ് ഇല്ലാതായി അത് ആദത്തോട് പറഞ്ഞതാ, അത് നീ മണ്ണിലേക്ക് തിരിയും. ആദമെന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ മണ്ണെന്നുള്ളതാണ്, മണ്ണിൽ നിന്നുള്ള. ഈശോ പത്രോസിനോട് പറഞ്ഞു നീ പാറയാണ്, ഈ പാറമേൽ എൻ്റെ പള്ളി പണിയുന്നല്ലേ. അപ്പം ദൈവത്തിന്റെ പള്ളി എന്ന് പറയുന്ന ഒരു ബിൽഡിങ്ങിനെ കുറിച്ചല്ല പറഞ്ഞിരിക്കുന്നത്, എൻ്റെ ഭവനം എന്നാവും ചില ഇതിനകത്ത് പറയുന്നേ. ദാവീദ് ഭവനം എന്നൊക്കെ പറയുന്നത് പോലെ ഈശോ ഭവനം ഇതിന് മേൽ പണിയുന്ന, പത്രോസിന്റെ മേലെ പാറമേൽ പണിയുന്ന, അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ശരിക്കും നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോഴത്തേനും നമ്മൾ പാറയാ. പിന്നെ പത്രോസിലെ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്, നിങ്ങൾ ഓരോരുത്തരും ലിവിങ് സ്റ്റോൺ വഴി ദൈവത്തിന്റെ ഇത് പണിയപ്പെടുന്നേ, ദൈവഭവനമായിട്ട് പണിയപ്പെടുന്നു. അപ്പൊ അങ്ങനെ മാതാവ് നിത്യതയിലേക്ക് ദൈവത്തിലേക്ക് തന്നെ പ്രവേശിച്ച് നമുക്ക് വേണ്ടി ഇപ്പം തന്നെ ദൈവത്തില് ഈശോയുടെ ശരീരമുണ്ട്, ഗ്ലോറിഫൈഡ് ആയ മനുഷ്യ ശരീരം. മാതാവിന്റെ ഈശോ ദൈവം കൂടെ ആയിരുന്നല്ലോ. മാതാവ് അങ്ങനെ അല്ലാതെ തന്നെ ഒരു മനുഷ്യ ശരീരം, ഒരു മനുഷ്യന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു ആത്മശരീരത്തോടു കൂടി ദൈവത്തിലുണ്ട്. അത് വലിയ പ്രത്യാശയാണ് നമുക്കും നമുക്ക് ഫോളോ ചെയ്യാൻ. നമുക്ക് അവസാനം അങ്ങനെ നമ്മുടെ ശരീരവും ഗ്ലോറിഫൈ ചെയ്യും, നമ്മൾ തിരിച്ചറിയപ്പെടും കേട്ടോ. നിത്യതയെ ചെല്ലുമ്പം അങ്ങനെ വചനത്തിൽ നിന്ന് വെച്ച് നോക്കിക്കഴിയുമ്പോൾ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ഒരു പിടി കിട്ടാത്ത മനുഷ്യരെ പോലെയല്ല, നമ്മളും തിരിച്ചറിയുന്ന വചനത്തിൽ നിന്ന്. ഇവരില്ലേ മക്കാബീസിന്റെ പുസ്തകത്തില് ഈ അമ്മയും 7 മക്കളുടെയും അങ്ങനെ പറ്റും. 7 മക്കളുവേ അവിടെ രക്തസാക്ഷിത്വമില്ലേ, അവർ മരിക്കുന്നുണ്ടല്ലോ, അമ്മ 7 മക്കളുവേ. അപ്പൊ അന്നേരം അവിടെ ഈ അമ്മ പറയുന്നുണ്ട്, ഈ ഏറ്റവും ഇളയ ചെറുക്കനോട് പറയുന്നുണ്ട്, നിത്യതയിൽ വരുമ്പോൾ ദൈവത്തിന്റെ അടുത്ത് വരുമ്പം നിന്റെ ചേട്ടന്മാരോടുകൂടി നിന്നെ എനിക്ക് കിട്ടണമെന്ന്. അപ്പൊ അതിന്റെ അർത്ഥം അവിടെ ചെല്ലുമ്പോൾ ഈ റിലേഷനിൽ തന്നെ അവിടെ നമ്മൾ ഇത് കാണുമെന്നാണല്ലോ. അങ്ങനെ വചനം വായിച്ചിട്ടില്ലേ? അങ്ങനെയുണ്ട്. അപ്പൊ അതല്ല ഈശോ എല്ലാം തിരിച്ചറിയുന്നുണ്ടല്ലോ. അങ്ങനെയുണ്ട്.
അന്നേരം മാതാവിൻ്റെ അത് നമുക്ക് ഭയങ്കര ഒരു പ്രത്യാശയുടെയാണ്. ഈ പൗലോസ്ലീഹയുടെ ഒക്കെ ലേഖനം വരുമ്പോഴത്തേനും നമ്മുടെ ശരീരത്തെക്കുറിച്ചുള്ള മാതാവിൻ്റെ സ്വർഗാരോപണം ഒന്ന് ശരീരത്തിൻ്റെയും കൂടെ ഒരു മഹത്വീകരണമാണ്, മനുഷ്യ ശരീരത്തിൻ്റെ ഒരു മഹത്വീകരണവും കൂടെയാണ്. അപ്പം അത് നമ്മുടെ ശരീരത്തിൽ പൗലോസ്ലീഹ പറയുന്നുണ്ട്, നിന്റെ ശരീരത്തിൻ്റെ വിശുദ്ധി ഭയങ്കരമാണ്, ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്താൻ പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നമ്മൾ വിചാരിക്കാൻ പറ്റാത്ത രീതിയിൽ പറയുന്നുണ്ട്, നമ്മുടെ ശരീരം കർത്താവ് നമ്മുടെ ശരീരത്തിനുമാണ്. അങ്ങനെ വചനത്തിൽ ഓർക്കുന്നുണ്ട്, ശരീരം കർത്താവ് ശരീരത്തിനും വേണ്ടിയാന്ന് പറയുന്നുണ്ട്. അത്രയും നമുക്ക് അങ്ങനെ വചനത്തിൽ പറയുന്നുണ്ടെന്ന് വിശ്വസിക്കാൻ പറ്റത്തില്ല. അപ്പൊ നമ്മുടെ ബോഡി ശരിക്കും നമ്മുടെ ശരീരം കർത്താവിന് വേണ്ടിയാണ്. നമ്മുടെ ശരീരത്തിൽ നമ്മുടെ മഹത്വപ്പെടുത്താനും പറയുന്നുണ്ട് ദൈവത്തെ. അപ്പൊ അത് ഭയങ്കര സൂക്ഷ്മമായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരെണ്ണമാണ്. അതിന്റെ മാതാവ് ചെയ്ത് ഞങ്ങളിങ്ങനെ മാതാവിനോട് നമുക്കൊരു ചെറിയ മരിയഭക്തിയിലൊക്കെ അങ്ങനെ മാത്രം പോകുന്നതിന്റെ അപ്പുറത്ത് മാതാവിൽ നിന്ന് നമുക്ക് പഠിക്കേണ്ട ഒരു പാഠം എന്ന് പറയുന്നത്, ഞങ്ങളിപ്പോൾ അതാ കൂടുതൽ ഇങ്ങനെ മാതാവിന്റെ നമുക്ക് ആർക്കും ചിന്തിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മാതാവിന്റെ ഉള്ളിൽ കൂടി ഒരു അശുദ്ധ ചിന്ത കടന്നുപോയിട്ട് ചിന്തിക്കാൻ പറ്റുമോ? ഈ അമലോത്ഭവം തൊട്ട് ദൈവത്തിലേക്ക് പ്രവേശിക്കുന്നിടം വരെ മാതാവിൽ കൂടി ഒരു അശുദ്ധ ചിന്ത കടന്നുപോയതായിട്ട് അതിന് മാതാവ് സമ്മതിച്ചതായിട്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. നമ്മൾ സമ്മതിക്കുന്നുണ്ട്. ഇപ്പൊ നമുക്കറിയാമല്ലോ, നമ്മുടെ ഈ പഴയ നിയമത്തിൽ നോഹയുടെ ഒക്കെ കാലത്ത് ആ മനുഷ്യരെ ശിക്ഷിക്കാനുള്ള കാരണമായിട്ട് ദൈവം ബൈബിളിൽ പറയുന്നത് അവരുടെ ഹൃദയത്തിന്റെ ഭാവനയാണ്. ഭാവന എന്നുള്ള ഒരു വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഭാവന കണ്ടിന്യൂലി ഇമാജിനേഷൻ കണ്ടിന്യൂലി ഈവിൾ ആയിരുന്നത് കൊണ്ടാണെന്നാ പറയുന്നത് മനുഷ്യന്റെ. അതാ ശിക്ഷയുടെ കാരണം. ഹൃദയത്തിന്റെ ഭാവന എന്നുള്ള വാക്കാണ് ഇമാജിനേഷൻ ഓഫ് ദ ഹാർട്ട് എന്നാ. കണ്ടിന്യൂലി ഈവിൾ ആയിരുന്നു. അപ്പൊ അതിപ്പോ നമുക്ക് നോക്കിയാലും അറിയാം, നമ്മളിൽ ഇങ്ങനെ ഒരു ഭാവനയുടെ ഇങ്ങനെ ഒരു ഇപ്പൊ ഞാൻ ഇങ്ങനെ കഴിഞ്ഞ ദിവസം ആരാണ്ട് ഇങ്ങനെ വന്നപ്പോൾ ഇങ്ങനെ പറയുമായിരുന്നു, ഇങ്ങനെ ഈ കാര്യം ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേനും അപ്പോൾ ഈ ലൂയിസ് മോൺഫോർട്ടിന്റെ പുസ്തകം വായിച്ചിട്ടുണ്ട് സമർപ്പിക്കുന്നത്. അപ്പൊ അതിനകത്ത് വിശുദ്ധം പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ തന്നെ ചെതറിയ ഭാവനയാണ് നമ്മുടെ ഏറ്റവും വലിയ വിഷയവും. അതിപ്പോ നമ്മൾ നോക്കി അറിയാമല്ലോ, നമ്മുടെ രാവിലെ തൊട്ട് ഉണരുമ്പം തൊട്ട് നമ്മൾ കുറച്ച് നേരമല്ലേ ദൈവത്തെക്കുറിച്ചൊന്ന് ചിന്തിക്കുകയോ കാര്യം ചെയ്യുന്നത്. മാതാവ് ഒരിക്കലും ദൈവഹിതത്തിനെതിരായിട്ട് ഒരു ചിന്ത കടത്തി വിട്ടിട്ടില്ല ഉള്ളിൽ കൂടെ. ദൈവവചനത്തിനെതിരായിട്ട് ഒരെണ്ണം സമ്മതിച്ചിട്ടില്ല. പിന്നെ അശുദ്ധമായത് ഒന്നും കയറാൻ സമ്മതിച്ചിട്ടില്ല. അതുപോലെ ഇപ്പൊ അങ്ങനെയും കൂടെ ഉണ്ട് ഈ ഗ്ലോറിഫിക്കേഷൻ ഈ ബോഡിയിലെ. അപ്പൊ അങ്ങനെയും കൂടെ മാതാവ് ഈ ഉള്ളിനെ അത്ര പവിത്രമായിട്ട് കാത്തത് കൊണ്ടേ, അതുകൊണ്ട് നമ്മൾ ശരിക്കും അങ്ങനെ നമ്മുടെ ഉള്ളിനെ, നമ്മുടെ ഭാവന നമ്മൾ നോക്കിക്കഴിയുമ്പോൾ നമ്മളിൽ എപ്പോഴും ആക്റ്റീവായിരിക്കുന്ന ഒരു ഭാവനയാണ്. അല്ലാതെ നമ്മുടെ ഇങ്ങനെ ശരീരം ഇങ്ങനെയല്ലല്ലോ. നമ്മളെന്ന് ചിന്തിക്കുന്നത് നമ്മൾ ആദ്യം കുളിക്കുകയും കണ്ണാടിയിലൊക്കെ നോക്കുമ്പോഴല്ലേ നമ്മുടെ മുഖത്തെക്കുറിച്ചൊക്കെ ഒരു പരിചയമുള്ളൂ. പിന്നെ അല്ലാത്തപ്പോഴെല്ലാം നമ്മൾ നല്ലപോലെ നോക്കി നമ്മളിൽ ഇങ്ങനെ ഒരു ഭാവനയാണ് പോയിക്കൊണ്ടിരിക്കുന്നു. ശരിക്കും അങ്ങനെ നമ്മളിങ്ങനെ കറങ്ങി നടക്കുക. അപ്പൊ നമ്മൾ അറിയത്തില്ല നമ്മുടെ ഫേസ് എങ്ങനെയാ, അതൊക്കെ പിന്നെ വല്ലപ്പോഴും ഒക്കെ ഒന്ന് ഓർക്കുന്നുള്ളൂ. ഈ ഭാവനയെ നിയന്ത്രിക്കുക എന്നുള്ളത് എന്ന് പറഞ്ഞാൽ വചനം വെച്ചിരിക്കുന്ന അതാ. വചനം വെച്ച് വചനം അനുസരിച്ച് നമ്മുടെ ഉള്ളിന്റെ മുഴുവൻ ചിന്ത. അപ്പൊ അന്നേരം അങ്ങനെ നമ്മൾ ഭയങ്കരമായിട്ട് ഇമാജിനേഷനെ നിയന്ത്രിച്ച് അതിനൊരു ഒരു അധ്വാനമുണ്ട് അതിന്. പക്ഷെ അതൊരു അന്യ അധ്വാനമാണ്. അപ്പൊ അത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അത് അത്ര എളുപ്പമുള്ള ഒരു അധ്വാനമല്ല. അപ്പൊ നമ്മൾ ഈ കൊച്ചുകാരുടെ സ്പിരിച്വാലിറ്റി പറയുമ്പോൾ നമ്മൾ പറയുകയല്ലേ, അത് കുറുക്കു വഴിയാ, വളരെ പെട്ടെന്ന് നമുക്ക് എല്ലാവർക്കും പരിശീലിക്കാവുന്ന ഒരെണ്ണമാണെന്ന് പറയുന്നുണ്ടെങ്കിലും ഈ കൊച്ചുകാരുടെ മരിച്ചതിൻ്റെയാന്ന് തോന്നുന്നു 100 വർഷം കഴിയുന്നതിന്, ഒരു നൂറ്റാണ്ട് കഴിയുന്നതിൻ്റെ ഒരു പ്രമാണിച്ച് ഈ ലോകത്തിലെ ഈ OCD സഭയിൽപ്പെട്ട 5 അച്ഛന്മാർ കൂടിയിട്ട്, ഏറ്റവും സൂപ്പർ ജീനിയസ് ആയിട്ടുള്ള അച്ഛന്മാർ കൂടി ഒരു പുസ്തകം ഇറക്കിയായിരുന്നു കൊച്ചുകാരുടെ ഇതിനെക്കുറിച്ച്. അതിനകത്ത് ഒരു ചാപ്റ്ററിനകത്ത് മുഴുവൻ പറയുന്നത്, നമ്മൾ പറയുന്ന പോലെ അത്ര എളുപ്പമല്ല കൊച്ചുകാരുടെ സ്പിരിച്വാലിറ്റി. 24 മണിക്കൂറും യാഗരൂകതയുടെ ജീവിതമായിരുന്നു പറഞ്ഞു കൊച്ചുകാരുടെ. വരുന്ന ഒരു കഷ്ടപ്പാടും, ഒരു കൊച്ചുകാരുടെ ജീവിതം മുഴുവൻ അസ്വസ്ഥത ഇതുമായിരുന്നു. അന്നേരം അതൊന്നും ആത്മരക്ഷയ്ക്ക് വേണ്ടി സമർപ്പിക്കാതെ, ഒരെണ്ണം പോലും കളയാതെ. ഇപ്പൊ നമ്മളവർക്ക് എളുപ്പമാണ്. നമുക്ക് ഒരു വേദന വരുമ്പോൾ എനിക്ക് ഇതൊക്കെ അറിയാം, ഇതൊക്കെ ഓർത്താലും ഒന്ന് സമർപ്പിക്കാൻ ഏതോ ഒരു മടിയാണ് നമുക്ക്. പറയുന്നതിൽ ഉള്ളുകൊണ്ട് ഈ വേദന, ഈ സഹനം, ഈ സങ്കടം ഈശോയുടെ പിഴകളോട് ചേർത്ത് പിതാവെ രക്ഷാകരമാക്കി മാറ്റണേന്ന് നമുക്കൊന്ന് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ ഒന്ന് ചിന്തിച്ചാൽ മതി. പക്ഷെ അതിന് പറ്റുന്നില്ല. എന്തോ നമ്മളെ അങ്ങ് ഭയങ്കരമായിട്ട് അത് പറ്റിക്കാതെ
എന്നെ ഭയങ്കര അതിന് എതിരായിട്ട് ഇങ്ങനെ ഭയങ്കര ഒരു സൈന്യം തന്നെ ഇങ്ങനെ അങ്ങനെ പറയാൻ പറ്റാതെ നിർത്തിയിരിക്കുന്ന പോലെ പലപ്പോഴും തോന്നി. എനിക്ക് തോന്നിയിട്ടുണ്ട് അങ്ങനെ പലപ്പോഴും, അങ്ങനെ അങ്ങനെ പറയാൻ പറ്റിക്കാതെ. അപ്പൊ ഞാൻ പറഞ്ഞത്, ഈ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ ഈ കൊച്ചുകുട്ടിയൊക്കെ ഇത്രയും കൊച്ചു ജീവിതം നയിക്കുള്ളെന്ന് പറഞ്ഞാലും അത് 24 മണിക്കൂറിന്റെ യാതൊരൂപതയായിരുന്നു. അതൊരു മാതാവ് നമ്മൾ ഓർക്കും മാതാവ് ഇങ്ങനെ അങ്ങനെ പാവമില്ലാത്തതുകൊണ്ട് ഇങ്ങനെ ലൈറ്റായിട്ട് ഇങ്ങനെ ഈ പൂമ്പാറ്റ പറക്കുന്ന പോലെ അങ്ങനെ പോയതാണ്. പക്ഷെ മാതാവ് ശരിക്കും ഈ മനുഷ്യനെന്നുള്ള നിലയിൽ ഹ്യൂമൻ നേച്ചർ ഉള്ളത് കൊണ്ട് ഈ ഭാവനെല്ലാം നിയന്ത്രിക്കണ്ടേ. ഇതിനെല്ലാം കയറാതെ, ഒരിക്കലും സമ്മതം കൊടുക്കാതെ, അത്യുതമായിട്ടൊന്നും കയറാതെ, ദൈവഹിതത്തിനെതിരായിട്ട് ഒന്നും കയറാതെ, വചനത്തിന് വിരുദ്ധമായിട്ട് ഒന്നും കയറാതെ, അതിനെപ്പോഴും ആമയം പറഞ്ഞ് പരിശുദ്ധം പറഞ്ഞു നിൽക്കുക എന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് വാക്കുകൊണ്ട് പറയാൻ എളുപ്പമാണ്. 24 പക്ഷെ ഈ ദൈവഹിതത്തോട് ഐക്യപ്പെടുമ്പോൾ നമുക്കുണ്ടാകുന്ന സഹനങ്ങളുടെ മധ്യത്തിലും ഉണ്ടാകുന്ന ഒരു ആശ്വാസം ഉണ്ടല്ലോ, ഒരു ആന്തരിക സമാധാനം, അത് കിട്ടിക്കൊണ്ടിരിക്കും. പക്ഷെ എന്നാലും ഇതിന് ഇച്ചിരി നല്ല ഊർജം കൊടുക്കണം. അതിന് നമുക്കിനി ശരിക്കും മുന്നോട്ടുള്ള ജീവിതത്തിൽ ശരിക്കും ഇങ്ങനെ ഒരു ആവറേജ് ലൈഫൊന്നും നമ്മൾ നല്ലപോലെ വചനത്തിൽ നോക്കിയാൽ ഒരു കോമൺ ലൈഫ് ഒരിക്കലും ഈശോ പറയുന്നില്ല. കോമൺ ലൈഫ് 100% എന്നല്ലാതെ ഇത് ചെയ്യുന്നല്ലേ. ഞങ്ങളിപ്പോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ജപമാലയെ കുറിച്ച്. അപ്പൊ അത് ഞങ്ങൾ നമ്മൾ മാതാവിനോട് പ്രാർത്ഥിക്കുന്നതിന്റെ ഒരെണ്ണം കൂടെ ഇങ്ങനെ പറയുമ്പോഴേ, അല്ല നമ്മൾ എപ്പോഴും മാതാവിനോട് പ്രാർത്ഥിക്കേണ്ട ഒരെണ്ണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്, നമ്മളെല്ലാവരുടെയും അവസ്ഥയായിരിക്കും അതെ. നമ്മളെ ഈശോയൊക്കെ വിളിക്കുന്നത് ഒരു സ്നേഹമില്ലാതെയാണല്ലോ. ഈ പറയുന്ന സ്നേഹമൊന്നും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ മാതാവ് 33 വർഷം ഈശോയുടെ കൂടി ആയിരുന്നപ്പോഴേ ഒരു പ്രാവശ്യം ഈശോയെ ഒന്ന് സ്നേഹം കുറഞ്ഞ് വിളിച്ചിട്ട് കാണുമോ? നമ്മളിപ്പോ നമ്മുടെ ആൾക്കാരോടൊക്കെ ഇപ്പം പറയുമ്പോൾ നമ്മുടെ മാതാപിതാക്കളൊക്കെ ആണേലും ഇച്ചിരി ഭക്ഷണം ഉണ്ടാക്കിയിട്ട് വേണേ ഒന്ന് കഴിക്കുക എന്നുള്ള ഒരു രീതി ചിലപ്പം പറഞ്ഞു പോകും, ചിലപ്പോൾ അറിഞ്ഞോ അറിയാതെ. പക്ഷെ മാതാവ് എപ്പോഴേലും ഉണ്ണീശോയോട് അല്ല വലിയീശോയോട് ഒരു സ്നേഹം കുറഞ്ഞിട്ട് ഒരു വിളി വിളിച്ചിട്ട് കാണത്തില്ല. അപ്പൊ അത് നമ്മൾ ആദ്യമായിട്ട് ഇനി അങ്ങനെ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് ഈ ഈശോയുടെ നാമം നമ്മൾ ഒരു മാനസാന്തരത്തിന്റെ ഒക്കെ ഏറ്റവും അടിസ്ഥാനമായിട്ട് ഒരു ഭയങ്കര ഒരു സ്നേഹമേ നമുക്ക് സ്നേഹം കൊണ്ടുവരേണ്ടതുണ്ട് ഭയങ്കരമായിട്ട്. ഓരോ വിളിക്കുന്നതിൽ ഈശോയെ വിളിക്കുന്ന ആ നാമം അത്ര വലിയ സ്നേഹനാമമല്ലേ. അപ്പൊ മാതാവ് എങ്ങനെയാണ് വിളിച്ചെന്ന് മാതാവിനെ അറിയത്തുള്ളൂ. നമ്മൾ വിളിക്കുന്ന പോലെ അല്ലെന്ന് ഏതൊക്കെയാലും നമുക്ക് തോന്നും. അപ്പൊ അന്നേരം നിങ്ങളിങ്ങനെ ഓർക്കുമായിരുന്നു ഈ കൊന്തയുടെ കാര്യം പറഞ്ഞപ്പോഴേ, കൊന്തയാണേലും എണ്ണം കൂട്ടുക എന്നതിനേക്കാളും അതിന്റെ സ്നേഹം കൂട്ടണം. കൊന്ത ചെല്ലുന്നതിന്റെ ആ മാതാവ് ഈ ഓരോന്നും വിളിക്കുന്നതിന്റെ ഒരു ഒരെണ്ണവേ. അപ്പൊ അത് ഇങ്ങനെ ഞങ്ങളിപ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പം ഈ ആദ്യത്തെ ഗബ്രിയേൽ മാലാഖയാണല്ലോ മാതാവിന്റെ അടുത്ത് വന്ന് ഇത് പറയുന്നത് ഗബ്രിയേൽ മെസ്സഞ്ചറാ. ഗബ്രിയേലിന്റെ അഭിപ്രായമല്ല പറയുന്നത്, പിതാവായ ദൈവത്തിന്റെ അഭിപ്രായമാണ് പറയുന്നത്. ഈ ഗ്രീറ്റിംഗ് എല്ലാം അങ്ങനെയാ വിശുദ്ധർ പഠിപ്പിക്കുന്ന. അത് കഴിഞ്ഞ കാര്യമെല്ലാം പിതാവിന്റെ അഭിപ്രായമാണ് പറയുന്നത്. അപ്പൊ അത് ശരിക്കും ഗബ്രിയേൽ പറഞ്ഞെങ്കിലും ഇത് പിതാവായ ദൈവത്തിൻ്റെതാ പറഞ്ഞ കാര്യങ്ങൾ. അതിന്റെ ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് നിന്നോടുകൂടെ എന്നുള്ളത് ഗബ്രിയേൽ മാലാഖയുടേതാണല്ലോ. അത് അതിന്റെ ബാക്കി ഭാഗം എലിസബത്ത് പുണ്യവതിയുടെ എലിസബത്താ പറയുന്നെങ്കിലും അത് പരിശുദ്ധാത്മാവിനാൽ പ്രത്യേകം എഴുതിയിട്ടുണ്ട്. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞാ പറയുന്നത്. അപ്പൊ ശരിക്കും നന്മ നിറഞ്ഞ പറയും നമ്മൾ നോക്കുമ്പം ലോകത്തിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്യപ്പെടുന്ന വചനവും ലോകത്തിൽ അതുപോലെ വേറൊരു കാര്യവും പറയുന്നത് കാണത്തില്ല കേട്ടോ. ഈ ഗബ്രിയേൽ മാലാഖയും അതാണല്ലോ, കൊന്തയാണല്ലോ ലോകത്തില് ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ലക്ഷക്കണക്കിന് ആൾക്കാർ കൊന്ത ചൊല്ലിക്കൊണ്ടിരിക്കുക, കോടിക്കണക്കിന്. അപ്പൊ അതുപോലെ ലോകത്തിൽ എപ്പോഴും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ 2 കാര്യങ്ങൾ പറഞ്ഞത് ഗബ്രിയേൽ മാലാഖയും എലിസബത്തും. ആ ഭാഗ്യം അവർക്കാ കിട്ടിയത്. അപ്പൊ ഇവര് രണ്ടുമായി ഇത് പറയുന്നതെങ്കിലും ഒന്ന് പിതാവായ ദൈവവും രണ്ടാമത്തേത് പരിശുദ്ധാത്മാവായ ദൈവവും പറയുന്നത്. ഇതിന്റെ ഇടയ്ക്ക് നമ്മൾ കർത്താവിന്റെ മാലാഖ ചെല്ലുമ്പോൾ ഇങ്ങനെയല്ലോ, കർത്താവിന്റെ മാലാഖ പരിശുദ്ധ മറിയത്തോട് വഹിച്ചു, പരിശുദ്ധാത്മാവിനാൽ മറിയം ഗർഭം ധരിച്ചു എന്നല്ലേ പറയുന്നത്. ശരിക്കും അന്നേരം ഈശോ എവിടെ ഉണ്ടാവുക? ഒരു നന്മ നിറഞ്ഞ മറിയം ചെല്ലുമ്പം ശരിക്കും പരിശുദ്ധ ത്രിത്വം അവിടെ സന്നിഹിതമാകും. നല്ലൊരു ധ്യാനിച്ചു നോക്കി. ശരിക്കും പരിശുദ്ധ ത്രിത്വത്തിന്റെ വലിയ സാന്നിധ്യം അന്നേരം അവിടെയുണ്ട് ഒരു നന്മ നിറഞ്ഞവരും ചെല്ലുമ്പോൾ. അപ്പൊ അത് ശരിക്കും നമ്മൾ അങ്ങനെ ചെല്ലുന്നതെങ്കിലും നമ്മൾ ഇനി ചെല്ലുമ്പോൾ ആ വലിയൊരു അത്രയും
നമ്മൾ പരിശുദ്ധ ത്രിത്വം എന്ന് പോലും പറയത്തില്ല. വിശുദ്ധരും ഇവരുമൊക്കെ എഴുതിയ സഭ പറയുമ്പോഴും ഒക്കെ പരിശുദ്ധ പരമ ത്രിത്വം എന്നാണ് പറയുന്നത്. ഹോളി ത്രൈസ് ഹോളി ഗോഡ് എന്നാണ് പറയുന്നത്. ജോൺ മാർപ്പാപ്പയൊക്കെ വിളിച്ച് 3 പ്രാവശ്യം പരിശുദ്ധൻ 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 എന്നല്ല പാടുന്നത്. അപ്പം ത്രൈസ് ഹോളി എന്നാണ് പറയുന്നത്. അപ്പം അത്രയും വലിയ നാമം നമ്മൾ അതിൻ്റെ ഒരു സജീവത സംഭവിക്കുന്നത് കേട്ടോ. ആ ഒരു നാമത്തിൻ്റെ ചുമ്മാ ഒരു ഓർമ്മയോ ഇതുമല്ല, അവിടെ ഈശോയുടെ ജനനം നടക്കുന്നുണ്ട്. ഓരോ നന്മ നിറഞ്ഞവരെയും നടക്കുന്നിടത്തും നമുക്ക് വേണ്ടിയേ. അപ്പം അങ്ങനെ അത് ചെല്ലുമ്പം ശരിക്കും മാതാവിനോട് ചോദിച്ചിട്ട് ഇങ്ങനെ മാതാവ് ഈശോയെ വിളിച്ച ആ സ്നേഹത്തോടെ അങ്ങനെ ചെല്ലാനും, ഇവരോട് ഗബ്രിയേൽ മാലാഹായോടും എലിസബത്തിനോട് മധ്യസ്ഥം തേടിയിട്ട് അവർ ഇത് ആദ്യം ഇങ്ങനെ പറയുന്നതിൻ്റെ അതിൻ്റെ ആ ഒരു ഭയങ്കര ഒരു ദൈവാനുഭവത്തിൻ്റെ ഒരു വലിയ തലത്തിലാണല്ലോ അവർ ഇതാദ്യം പറഞ്ഞത്. അപ്പം അതിൻ്റെ ആദ്യത്തെ ആ പുതുമ തന്നെ എപ്പോഴും നിലനിർത്താനുള്ള ഒരെണ്ണം നമുക്കുണ്ടല്ലോ. അങ്ങനെ ഓരോന്ന് അങ്ങ് ചൊല്ലിക്കഴിയുമ്പോഴത്തേനും നമുക്ക് അന്നേരം ശരിക്കും ഈ നമ്മുടെ ആന്തരിക കൺവേർഷൻ അത് നടന്നേച്ചാൽ പറ്റത്തുള്ളൂ. ആന്തരിക ഇതിൽ ഏറ്റവും നമ്മൾ ഒരെണ്ണം നമ്മൾ പുലർത്തേണ്ടത് ഈ ദൈവനാമം ഉച്ചരിക്കുന്നതിൽ വാസ്തവം പറഞ്ഞൊരു കൽപ്പനയും കൂടെയാണ്. ദൈവത്തിൻ്റെ നാമം വൃഥാ പ്രയോഗിക്കരുത് എന്നുള്ള ഒരു കൽപ്പനയുടെ ലംഘനവും കൂടെ ഉണ്ട്. നമ്മൾ ചുമ്മാ ചെല്ലുമ്പോൾ വൃഥാ അങ്ങനെ ഒരു കൽപ്പനയല്ലേ ദൈവനാമം വൃഥാ. അങ്ങനെ ഇവരുടെ ഒന്നും നാമം നമുക്കിങ്ങനെ ചുമ്മാ ഉച്ചരിക്കാവുന്ന അല്ലേ ദൈവത്തിന്റെ നാമമേ. അങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ നമുക്കിങ്ങനെ ചുമ്മാ ഇരിക്കുമ്പോൾ നമുക്ക് കോൺസെൻട്രേഷൻ എല്ലാം പറ്റാതെ വരുമ്പോഴേ പോകും. അല്ല വ്രതാവിലാകുന്ന ചെല്ലുക. പക്ഷെ നമുക്കിത് പുരോഗമിപ്പിക്കാൻ വേണ്ടി ഞാൻ പറയുന്നതാ. ഇപ്പം ചെല്ലിക്കൊണ്ടിരിക്കുവോ. പക്ഷെ ചെല്ലുന്നതിനെ വീണ്ടും വീണ്ടും നമ്മളെ ധ്യാനിച്ചും ആലോചിച്ചും ഇപ്പൊ നമ്മുടെ സർവശക്തനായ പിതാവേ എന്നൊക്കെ ഉള്ളത് അങ്ങ് ചുമ്മാ നമ്മൾ ചെല്ലുവല്ലേ. ഇത് വാസ്തവം പ്രാർത്ഥന എന്ന് പറയുന്നത് ഡയലോഗാന്നാ പറയുന്നത്. ഡയലോഗ് എന്ന് പറഞ്ഞാൽ 2 പേരുണ്ട്. മോണലോഗ് എന്ന് പറയുമ്പോൾ ഒരാളേ ഉള്ളൂ. അപ്പൊ നമ്മൾ പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾ ഈ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് നമ്മൾ വിളിക്കുമ്പം പിതാവ് കേൾക്കുന്നുണ്ട്. ഇപ്പൊ ഉണ്ണിയോട് പറയുമ്പോൾ തലയാട്ടും എന്നേലും പ്രതികരിക്കുന്നില്ലേ. ഇത് ദൈവത്തിന്റെ ഭാഗത്തുനിന്നും പ്രതികരണമുണ്ട്. അപ്പൊ പിതാവേ എന്ന് വിളിക്കുമ്പോൾ പിതാവ് കുഞ്ഞേന്ന് ഒരു തിരിച്ചു വിളിയുണ്ട്. അത് നമ്മൾ കേൾക്കാതെ പോകരുത്. നമുക്കിത് മൈൻഡല്ല. നമുക്കിത് ചെല്ലിച്ചേർത്തിട്ട് നമ്മുടെ മനസ്സമാധാനത്തിന്റെ വിഷയം ഇപ്പോൾ പ്രാർത്ഥിക്കും അങ്ങനെ അല്ലെങ്കിൽ എല്ലാവരിക്കും എന്നാലും ഒരു പൊതുവെ അങ്ങനെയായി മാറുക നമ്മൾ അങ്ങനെ. പക്ഷെ അത് മാറിയിട്ട് ഇത് ചിലർക്കൊക്കെ ചില വിശുദ്ധർക്ക് പിന്നെ മുന്നോട്ട് പോകാൻ പറ്റിയിട്ടില്ലെന്നാണ് പറയുന്നത്. പിതാവേന്ന് വിളിച്ചിട്ട് പിന്നെ ഇപ്പൊ ഈ വിശുദ്ധർ പറയുന്നുണ്ട് ഈ സ്വർഗസ് അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അതെ പറ്റത്തില്ല. പിതാവേന്ന് വിളിച്ചാൽ ശരിക്കും നമ്മൾ പിതാവേന്ന് വിളിച്ച ആ അവസ്ഥയിലേക്ക് വന്നാൽ മതി. ഈ ചെല്ലി നമ്മൾ അവസാനം ചെല്ലേണ്ടത് അവസാനം ചെന്ന് കഴിയുമ്പോൾ പിതാവേന്ന് വിളിച്ചു കഴിയുമ്പോൾ ഈ സ്നേഹത്തിന്റെ നിറവിലേ അങ്ങനെ നമ്മൾ ആയി തീർന്നാൽ മതി. ഒത്തിരി ചെല്ലാനല്ല ഇങ്ങനെ വിളിപ്പിക്കുന്നത്. ഇപ്പൊ അവസാനം ആ സ്നേഹത്തിന്റെ ഒരു ക്ലൈമാക്സിൽ എത്തിച്ചേരാനേ. അപ്പൊ അന്നേരം അത് വിളിക്കുമ്പോൾ അതുപോലെ ഇപ്പം ഈ വിശുദ്ധർ പറയുന്ന ഇങ്ങനെ നമ്മൾ സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥന ചെല്ലാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന ദൈവത്തിനറിയാം. പെട്ടെന്ന് അന്നേരം ദൈവത്തിന്റെ കാതുമായിട്ട് നമ്മുടെ വചനത്തിന്റെ അടുത്ത് വരും എന്നാ പറഞ്ഞത്. ഈ പിതാവ് ഇത് നമ്മൾ അത്രയും സ്നേഹപൂർവ്വം വിളിക്കുന്ന കേൾക്കാൻ വേണ്ടി പിതാവിന്റെ കാത് നമ്മുടെ ചുണ്ടുകളുടെ അടുത്തേക്ക് വരും എന്നാ പറഞ്ഞത്. അപ്പൊ അന്നേരം അങ്ങനെ വരുന്ന ദൈവത്തിന്റെ പ്രതീക്ഷയെ നമ്മൾ തെറ്റിക്കരുത്. അന്നേരം നമ്മളൊരു എന്നേലും അങ്ങ് പറഞ്ഞിട്ട് നമുക്കൊരു പിടി കിട്ടുന്നില്ലല്ലോ. ഇതെന്നെ ഈ പറയുന്നേ, ഇത് എന്തിനാ ഈ പറയുന്നേ അങ്ങനെ. അപ്പൊ അങ്ങനെ ഓരോ സ്വർഗസ്ഥനായ പിതാവെ പതുക്കെ അങ്ങ് പരിശീലിച്ചാൽ മതി. ഇപ്പം ചെല്ലിക്കൊണ്ടിരിക്കുന്ന അത് ചെല്ലിക്കൊണ്ടിരിക്കുക. പക്ഷെ ഇനി ഓരോ പ്രാവശ്യവും ചെല്ലുമ്പോൾ ഇത് എത്രയാണെന്ന് ഒരു ധ്യാനിച്ചിട്ട് അവരുടെ ഒരു മധ്യസ്ഥവും തേടുന്നതല്ല ഇങ്ങനെ ഈ ജപമാലയുടെയൊക്കെ വിശുദ്ധരുടെയും. അപ്പൊ അവര് ചെല്ലിയ ആ ഒരു സ്നേഹാർദ്രതയോടെ ദൈവം ഭയങ്കരമായിട്ട് നമ്മുടെ ഭാഗത്തു നിന്ന് അങ്ങനെ എല്ലാം പ്രതീക്ഷിക്കുന്നുണ്ട്. ദൈവത്തിന്റെ ഹൃദയം എപ്പോഴും അങ്ങനെയാണ്. നമ്മൾ പറയും ഈ ഈശോയുടെ തിരുഹൃദയത്തെ കുറിച്ച് അങ്ങനെ പറയുന്നില്ല. ഈശോയുടെ തിരുഹൃദയം എന്നോടുള്ള സ്നേഹത്താൽ എരിയുന്ന ഈശോയുടെ തിരുഹൃദയമേ അങ്ങയോടുള്ള സ്നേഹത്താൽ എൻ്റെ ഹൃദയം എരിയും നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അപ്പൊ ദൈവം എപ്പോഴും നമ്മളോട് ഇടപെടുന്ന അത്ര ആർദ്ര സ്നേഹത്തോടെ ജ്വലിക്കുന്ന ഹൃദയത്തോടെ. അപ്പൊ നമ്മൾ തിരിച്ച് അങ്ങനെ ഒരു ഹൃദയത്തോടെ വേണം ദൈവത്തോടും. അങ്ങനെ അത് അത്രയും നമുക്ക് ആവശ്യമാണ്. നമ്മൾ നല്ലപോലെ നോക്കിക്കഴിയുമ്പം അത്രയും ഒരു ദൈവം പ്രതീക്ഷിക്കുന്നുണ്ട് അങ്ങനെ. അപ്പം അങ്ങനെ നമ്മൾ ഓരോ പ്രാർത്ഥനയിലേക്കും ഇപ്പം ജപമാലയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇത്രയും വലിയ രഹസ്യങ്ങളിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. മഹാരഹസ്യങ്ങളാണ്. ഞാൻ ഇന്നാളെ കഴിഞ്ഞതിന് മുമ്പത്തെ ക്രിസ്മസിൻ്റെ അന്നിങ്ങനെ ഒരു വലിയ ഇതിനെക്കുറിച്ച് ഒരു വലിയ വെളിച്ചം പോലെ ഇങ്ങനെ കിട്ടിയത്. അതായത് 4000 വർഷം മനുഷ്യനെ ഒരുക്കുക. ആദത്തിന്റെ കാലം തൊട്ട് ഈശോയുടെ കാലം വരെ എന്ന് പറയുന്നത് ബൈബിൾ വെച്ച് നോക്കുമ്പോൾ 4000 വർഷം.
2000 വർഷമായപ്പോൾ ഈശോയ്ക്ക് അല്ല, ആദത്തിന് 2000 വർഷമായപ്പം അബ്രഹാം ഉണ്ടാകുന്നു. അബ്രഹാത്തിന് 2000 വർഷമായപ്പോൾ ഈശോ ഉണ്ടാകുന്നു. അങ്ങനെ ഒരു 4000 വർഷം ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ ഈ രക്ഷകനെ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. അത് സുവിശേഷം എന്ന് പറഞ്ഞുകൊണ്ടാണ് സഭയൊക്കെ പഠിപ്പിക്കുന്നത്. അപ്പൊ ആ സുവിശേഷത്തിൽ തന്നെ മാതാവിനും ഉണ്ടല്ലോ, അവിടെ സ്ത്രീയുണ്ട്, ഈശോ പുത്രൻ, ചിലടത്ത് മാതാവെന്നും പറയുന്നുണ്ട്, സർപ്പത്തിന്റെ. അപ്പൊ അവിടെ തന്നെ സുവിശേഷം തുടങ്ങിയിരിക്കുക. അന്ന് തുടങ്ങിയതാ. അന്ന് തുടങ്ങി മനുഷ്യനെ ഒരുക്കിയിട്ട് 4000 വർഷം കഴിഞ്ഞ് ഈ മാതാവ് വരുന്നു. മാതാവിന്റെ അടുത്ത് അന്ന് 4000 വർഷമാണ്, ഓർത്തോണം, 4000 വർഷം ഒതുക്കിയിട്ട് മാതാവിന്റെ അടുത്ത് ഗബ്രിയേൽ മാലാഖ വന്ന് ഒരു 4 മിനിറ്റ് എന്ന് കൂട്ടാം, അല്ല 4 സെക്കൻഡ് അല്ലെ, ഏതാനും മിനിറ്റേ ഉള്ളൂ. ഈ 4000 വർഷത്തിന്റെ ഒരുക്കത്തിന് ശേഷം അതിന്റെ മുഴുവൻ പൂർണ്ണത ഈ മാതാവിന്റെ ആമേനിലാണ് വരുന്നത്. കാരണം മാതാവ് അന്ന് ആമേൻ പറഞ്ഞില്ലെങ്കിൽ ഈ നിയമം മുഴുവൻ പൂർത്തിയാക്കുന്ന ഈശോയല്ലേ. അത് നമ്മൾ പറയുന്നുണ്ട്. ഈ നിയമം, മോസസ് നൽകിയ നിയമം മുഴുവൻ ആര് പൂർത്തിയാക്കുവോ അവന് ജനിക്കാനുള്ള ആമേൻ മാതാവാണ് പറയുന്നത്. ആ കൺസെപ്ഷൻ നടന്നില്ലെങ്കിൽ ഈ നിയമം ഒന്നും പൂർത്തിയാകാതെ നമുക്ക് കിട്ടത്തുള്ളൂ. പഴയ നിയമത്തിൽ 6000 വാഗ്ദാനങ്ങളുണ്ടെന്നാണ് പറയുന്നത്, ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾ. ഈ 6000 വാഗ്ദാനങ്ങൾ ആരില് ആമേനാണോ, ഈശോയുടെ അങ്ങനെയല്ല പറയുന്നത്, ആരിൽ ആമേനാണോ അവൻ ജനിക്കാനാ മാതാവ് ആമേൻ പറയുന്നത്. ദൈവത്തിന്റെ പ്രവചനങ്ങളെല്ലാം, പഴയ നിയമത്തിലെ മുഴുവൻ പ്രവചനങ്ങളും ഈശോയെ കുറിച്ചാണ്. ഈശോ ജനിക്കാനായിട്ട് മാതാവ് ഈ ആമേൻ പറഞ്ഞ് ഈശോ അവിടെ കൺസീവ് ചെയ്യപ്പെടുന്നില്ലെങ്കിൽ ഈ വാഗ്ദാനങ്ങളെല്ലാം, വാഗ്ദാനമല്ല, ആ പ്രവചനങ്ങളൊന്നും പിന്നെ പൂർത്തിയാകുന്നില്ല. ഈശോയിലും സഭയിലും പൂർത്തിയാകേണ്ടത്. അങ്ങനെ മോസസിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ, മോസസ് അന്നാ സഹിച്ചെന്ന് പറഞ്ഞെന്നാലും എബ്രാലേഖനത്തിൽ പറയുന്നത് മോസസ് സഹിച്ച് ഈശോയ്ക്ക് വേണ്ടിയാണ്. വചനം വായിച്ചിട്ട് കാണും, അങ്ങനെ കൃത്യം വചനമുണ്ട്. ഈശോയ്ക്ക് വേണ്ടിയാണ് മോസസ് അന്ന് സഹിച്ചത്, മോസസിന്റെ കാലത്ത് സഹിച്ചത്. കൃത്യം വചനമുണ്ട് അങ്ങനെ കേട്ടോ. മോസസ് അന്ന് സഹിച്ചത് ഈശോയ്ക്ക് വേണ്ടിയാണ്. പിന്നെ അബ്രഹാം ദൈവത്തിന്റെ എന്റെ ദിവസങ്ങൾ കാണാൻ അബ്രഹാം കൊതിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ഈശോ പറയുന്നത്, അത് കണ്ടു സന്തോഷിച്ചെന്ന് പറയുന്നില്ലേ. അബ്രഹാത്തിന്റെ ഇസഹാക്കാണ് നമ്മൾ വചനത്തിൽ വായിച്ചു പോകുമ്പം ഇസഹാക്കാണ് അബ്രഹാത്തിന് ജനിച്ചാലിരിക്കുന്ന വാഗ്ദാന പുത്രൻ എങ്കിലും എന്ന് തോന്നുമെങ്കിലും പൗലോസിലിയ നമ്മൾ ക്രിസ്തുസിന് വായിക്കുന്ന ലേഖനത്തിനകത്ത് പറയുന്നത് ആ പുത്രൻ ഈശോയായിരുന്നു പറഞ്ഞുകൊണ്ടാണ് പറയുന്നത്. സന്തതികളെന്നല്ല പറഞ്ഞിരിക്കുന്നത്, സന്തതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ സന്തതി ഈശോയാണെന്ന് പറഞ്ഞു. ഈ സന്തതിക്ക് ആമേൻ പറയുന്നതെന്ന് ഓർക്കണം. അപ്പൊ നമ്മൾ ഒരു കർത്താവിന്റെ മാലാഖ ചെല്ലുമ്പോൾ ചരിത്രത്തിന്റെ ഈ മനുഷ്യവർഗത്തിന്റെ 4000 വർഷങ്ങളെ അവിടെ മാതാവിന്റെ ഒരു ആമേനില് എല്ലാം അങ്ങനെ, അത് ഭയങ്കര ഇത്, ഞാൻ സത്യമല്ലേ ഇത്, അങ്ങനെ പൂർത്തിയാവുക ആ ആമേനില്. അത് മുന്നോട്ടും പോവുക, മുന്നോട്ടുള്ള കാലത്തിന് മുഴുവൻ ആമേൻ പറയുക മാതാവ് നിത്യതയോളമേ. അപ്പൊ അത് ഈ മാതാവിന്റെ ആമേനെ കാറ്റീസമൊക്കെ പഠിപ്പിക്കുന്നത് നമ്മുടെ ആമേനും ഉണ്ടെന്നാണ് പറയുന്നത്. നമുക്ക് വേണ്ടി മാതാവ് ഒരു പ്രതിനിധിയായിട്ടാണ് ഈ ദൈവത്തിന് അവിടെ ഗബ്രിയേൽ മാലാഖയ്ക്ക് ഈശോയുടെ ജനനത്തിന്, ഈ രക്ഷകന്റെ ജനനത്തിന് ആമേൻ പറയുന്നു. അപ്പൊ അന്ന് അത്ര വലിയതാ ഒരു കർത്താവിന്റെ മാലാഖ ചെല്ലുക എന്ന് പറഞ്ഞാൽ, അത്രയും വലിയ ഒരു ഇതാ. നമ്മളൊരു ഈ മംഗളവാർത്ത അങ്ങനെ രഹസ്യങ്ങൾ ചെല്ലുമ്പോൾ ഇത്രയും വലിയ രഹസ്യങ്ങളെയാണ് നമ്മൾ ധ്യാനിക്കുന്നത്. അപ്പൊ അതൊരു കർത്താവിന്റെ മാലാഖ ഞാൻ പണ്ട് കേട്ടിട്ടുണ്ടായിരുന്നു, അന്ന് ഇങ്ങനെ അറിയത്തില്ലായിരുന്നേ. ഏതൊരു മാർപ്പാപ്പ പറഞ്ഞിട്ടുണ്ട്, കർത്താവിന്റെ മാലാഖ ആയുടെ ആ പ്രാർത്ഥനയുടെ അർത്ഥം നമുക്ക് ഭൂമി മനസ്സിലാകത്തില്ല, അത് സ്വർഗത്തിൽ ചെല്ലുമ്പോഴേ മനസ്സിലാവുള്ളൂ എന്ന് പറയും. കാരണം ഇത്രയും വലിയ സംഭവം ഉണ്ട് ഇതിനകത്ത്, ഇത്രയും വലിയൊരു ആമേനെ. ഇതൊന്നും ചുമ്മാ, ഇത് നമ്മൾ ഈ ഫിക്ഷൻ അല്ലല്ലോ, ഇത് ഇമാജിനേഷൻ അല്ല, ഇത് ഒരു ദൈവത്തിന്റെ നിത്യസത്യങ്ങളല്ലേ ഇത്. അപ്പൊ അന്നേരത്തിന് നമ്മൾ ഈ ജപമാല ചെല്ലുമ്പോൾ, ഉണ്ണി ചോദിച്ചുകൊണ്ട് പറഞ്ഞത്, അങ്ങനെ ജപമാല ചെല്ലുമ്പം ഇങ്ങനെ ഓരോ നന്മ നിറഞ്ഞ പറയത്തിലും പരിശുദ്ധ ത്രിത്വത്തിന്റെ മഹാസാന്നിധ്യമാണ് വരുന്നത്. ഓരോന്നും ചെല്ലുമ്പോൾ ഇങ്ങനെ ചരിത്രത്തെ മുഴുവൻ ഇങ്ങനെ മാതാവിന്റെ ആമേനിലെ അപ്പൊ ആ ചരിത്രം മുഴുവൻ ഇങ്ങനെ പ്രസന്റ് ആവുക, ദൈവ രക്ഷാകര സമയം മുഴുവനെ. അപ്പൊ അത് നന്മ നിറഞ്ഞൊരത്തിനൊക്കെ അത്ര അർത്ഥമുണ്ടെന്നായിരുന്നു. ഓരോന്നും ചെല്ലുമ്പോൾ അത്രയും രക്ഷയുടെ ശക്തിയെ ഭൂമിയിലോട്ട് വ്യാപിക്കുന്നുണ്ട്. നമ്മളങ്ങ് ബോധ്യപ്പെട്ട് ചെന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഉദ്ദേശിക്കുന്നതല്ല അതിന്റെ ഫലം, അത്രമാത്രം ഒരു ഫലം. അങ്ങനെ മാതാവെല്ലാം അങ്ങനെ എണ്ണം കൂട്ടത്തില്ല അധികം. ചെല്ലുന്നത് കഴിയുന്ന മുട്ടാൻ നിന്നിട്ട് ഒരു 3/4 മണിക്കൂറേലും എടുക്കും. ഓരോ പ്രാവശ്യം ഓരോ രഹസ്യങ്ങളും നമുക്ക് രഹസ്യങ്ങൾ ധ്യാനിക്കാൻ തന്നിട്ടുണ്ട്. ഈ പപ്പ തന്നിരിക്കുന്ന രഹസ്യങ്ങളുടെ വെളിച്ചത്തിലേ ഓരോ രഹസ്യങ്ങളെ നമ്മൾ ധ്യാനിക്കണം. അത് രഹസ്യങ്ങൾ നമ്മൾ ചുമ്മാ നമുക്കിത് ചെല്ലി തീർക്കുക എന്നുള്ള ഓർമ്മ ആയതുകൊണ്ടേ നമ്മൾ ഒരു രഹസ്യം ഏറ്റവും ഷോർട്ടായിട്ടുള്ള ഓർമ്മ അങ്ങ് ചെല്ലിയിട്ട് പിന്നെ നന്മ അറിഞ്ഞാലും ചെല്ലുമല്ലേ.
ഈ ഈ മംഗളവാർത്തയുടെ അല്ലെ ഞാനിങ്ങനെ ഈ ഒരു ഉദാഹരണം പറയാം. ഈ രണ്ടാമത്തെ രഹസ്യം എലിസബത്തിനെ മാതാവ് സന്ദർശിക്കാൻ പോകുന്നു. അപ്പൊ തിടുക്കത്തിലാണല്ലോ പോകുന്നത്. അവിടെ ചെന്ന് സന്ദർശിക്കുമ്പോൾ നമ്മൾ അത് ധ്യാനിക്കണം. എലിസബത്തിന്റെ അടുത്ത് മാതാവ് ചെല്ലുമ്പോൾ മാതാവ് ഇങ്ങനെ ചെന്നിട്ട് ഇവരെ അഭിവാദ്യം ചെയ്യുമ്പം ഇവർ മൂന്നും പരിശുദ്ധാത്മാവിനെ നിറയുക അല്ലേ. മൂന്ന് പേരെ കുറിച്ചും പിന്നെ എലിസബത്ത് പരിശുദ്ധാത്മാവിനെ നിറയുന്നുണ്ട്. അങ്ങനെ പരിശുദ്ധാത്മാവിനെ നിറഞ്ഞാ പറഞ്ഞെന്ന് സ്നാപകൻ ഉദരത്തിൽ കിടന്ന് തുള്ളിച്ചാടുന്നുണ്ട്. പിന്നെ സക്കറിയാസ് പുരോഹിതന് പിന്നെ പരിശുദ്ധാത്മാവിനെ നിറഞ്ഞെന്ന് പ്രത്യേകം വചനോ പ്രവചനം പിന്നെ നടത്തുന്നത് പരിശുദ്ധാത്മാവിനെ നിറഞ്ഞു. ഇവർ മൂന്നും പരിശുദ്ധാത്മാവിനെ നിറയുക. അപ്പൊ നമ്മൾ ആഗ്രഹിക്കണം, മാതാവ് ഞങ്ങളുടെ അടുത്തേക്ക് തിടുക്കത്തി വാ. അങ്ങനെ കൂടെ നമ്മളൊന്ന് ഉള്ളിൽ പ്രാർത്ഥിക്കേ, തിടുക്കത്തി വാ, എന്നിട്ട് അമ്മയുടെ സാന്നിധ്യത്താൽ ഞങ്ങളും പരിശുദ്ധാത്മാവിനാൽ നിറയട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കണം. അല്ലാതെ ചുമ്മാ നമ്മളൊരു മാതാവ് സന്ദർശിച്ചു അവിടെ ശുശ്രൂഷ ചെയ്തു എന്നും പറഞ്ഞ് അങ്ങോട്ട് പിന്നെ നമ്മൾ പല വിചാരത്തിൽ പോവല്ലേ. നമ്മൾ അങ്ങനെ ആ ഒരു ഇമാജിനേഷനിൽ പോകുന്നില്ല. അതാ ഇമാജിനേഷനെ വിശുദ്ധീകരിക്കപ്പെട്ടാൽ ഇത് ഓരോ ദിവസവും ഇത് റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഇത് ഒരു പഴമയല്ല. പിന്നെ നമ്മൾ അന്നേരം അങ്ങനെ ഇമാജിനേഷൻ ഇത് കാണണം. മാതാവ് പോകുന്നതും മാതാവ് അവിടെ ചെന്ന് അവകാശം ചെയ്യുന്നതും ഇവർ പരിശുദ്ധാത്മാവിനെ നിറയുന്നതും എല്ലാവരും അന്നേരം അത് നമ്മുടെ ഉള്ളിൽ കാണണം. പിന്നെ രണ്ടാമത് ഈ മാതാവിന്റെ സന്ദർശനത്തിൽ എലിസബത്ത് പറഞ്ഞ് ഒത്തിരി ചേർക്കാം. എലിസബത്ത് പറഞ്ഞൊരു കാര്യം, കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ വിശ്വസിച്ചവൾ ഭാഗ്യവതി എന്നല്ലേ. അപ്പൊ നമ്മൾ മാതാവിനോട് പറയണം, മാതാവേ അമ്മയെ പോലെ കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ വിശ്വസിച്ച് അമ്മയുടെ ഭാഗ്യത്തിൽ ഞങ്ങളെയും പങ്കെടുപ്പിക്കണമേ. അങ്ങനെ ആ ഭാഗ്യത്തിൽ അങ്ങനെയാണല്ലോ, വിശ്വസിച്ചാണ് അമ്മ ഭാഗ്യവതിയായത്. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ പൂർത്തിയാകുമെന്ന് വിശ്വസിച്ച് അതും നമ്മൾ അന്നേരം അങ്ങനെ ഉള്ളിലെ ഒരു പ്രാർത്ഥിക്കണം ഉള്ളിൽ. മൂന്നാമതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് കേട്ടോ. അത് ധ്യാനിക്കാതെ കടന്നു പോകരുത്. എലിസബത്ത് പറഞ്ഞ് ഇങ്ങനെയാണ്, എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരാനുള്ള ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്. അത് വായിക്കുമ്പോൾ നമ്മൾ ഓർക്കുകയല്ലോ അതെന്നാ വലിയൊരു സംഭവമാണ് ഈ ഭാഗ്യം എവിടെയാന്ന്. പക്ഷേ അതിൻ്റെ അടുത്തത് നോക്കിക്കുക, നമുക്കുള്ള ഭാഗ്യം എന്നാണെന്നറിയോ? എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അമ്മയാകാനുള്ള ഭാഗ്യം ഇവിടെ. എന്നാ അത്രയും വലിയ ഭാഗ്യത്തിലല്ലേ. അപ്പൊ ആ രഹസ്യം ചെല്ലുമ്പോൾ നമ്മൾ വലിയ ഗൗരവത്തിലുള്ള ഭയങ്കര സന്തോഷിക്കണം ഉള്ളു. ഞാൻ ചെല്ലുമ്പോഴെല്ലാം ഞാൻ ചെല്ലുന്നെന്ന് പറയല്ലേ, കർത്താവിൻ്റെ അമ്മ നമ്മുടെ അമ്മയാണല്ലോ. നമ്മുടെ അമ്മയായതിൻ്റെ ഒരു ഭാഗ്യം അത് ചെല്ലുമ്പം നമ്മുടെ ഉള്ളിൽ ആ ഒരു സന്തോഷം വേണം ഭയങ്കരമായിട്ട്. എന്നാ ഒരു ഭാഗ്യത്തില. ഞാനിങ്ങനെ ഇത്തിരി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, കുഴപ്പമില്ല തുടരുന്നതിന്. ഞാനിങ്ങനെ കൊന്ത ചെല്ലുന്നതിനെ കുറിച്ചൊക്കെ ഇപ്പം നമ്മൾ ഓരോ രഹസ്യങ്ങൾ ധ്യാനിക്കുന്നതിൻ്റെ ഇതിനെക്കുറിച്ച് ഇങ്ങനെ പറയുമായിരുന്നേ. എന്നാൽ ഈ ഒരു കുറെ ഇങ്ങനെ പറഞ്ഞു, നമ്മുടെ സന്തോഷത്തിൻ്റെ രഹസ്യത്തിലെ രണ്ടാം രഹസ്യം, ഓരോ രഹസ്യങ്ങളും ധ്യാനിക്കാൻ ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞതാണ്. അന്നേരം നമ്മുടെ മാതാവ് അങ്ങോട്ടേ എലിസബത്തിൻ്റെ അടുത്തേക്ക് പോയതിനെ ഇങ്ങനെ നമുക്ക് നമ്മുടെ ഭാവനയെ നമ്മൾ പരസ്പരം നമ്മൾ രഹസ്യം ചെല്ലിച്ച് പിന്നെ നമ്മൾ പലപ്പോഴും നമ്മുടെ പല വിചാരങ്ങളിലേക്കാണല്ലോ പോകുന്നത്. അപ്പം ആ രഹസ്യം ചെല്ലുന്നത്, രഹസ്യം വെച്ചിരിക്കുന്നത് തന്നെ ഈ വചനം മുഴുവൻ ധ്യാനിക്കാനാണ് പറയുന്നത്. ഈ കൊന്ത ചെല്ലുന്നത്, കൊന്ത വെച്ചിരിക്കുന്നതേ, സഭ തന്നിരിക്കുന്നത് ഈ ദൈവവചനത്തിലൂടെ മുഴുവൻ കടന്നു പോകാനാണ്. അപ്പം നമ്മൾ ഈ നല്ലപോലെ ചെല്ലുവാണെങ്കിൽ മൊത്തം വചനത്തിലൂടെ പുതിയ നിയമത്തിലേലുവേ കടന്നു പോകാൻ നമുക്ക്. അപ്പോൾ എലിസബത്തിൻ്റെ അടുത്ത് നമ്മൾ ഈ അടുത്ത് മാതാവ് പോകുമ്പോൾ അവിടെ ചെന്ന് മാതാവിൻ്റെ സാന്നിധ്യത്താൽ അവർ മൂന്ന് പരിശുദ്ധാത്മാവിനെ നിറയുമല്ലേ. എലിസബത്ത് നിറയുന്നു, സക്രിയാസ് നിറയുന്നു, ഇത് സ്നാപകൻ ഉദരത്തിൽ കിടന്ന് 6 മാസം ആയ കൊച്ചിനും കണ്ടോ. അവർക്ക് അങ്ങനെ കൊച്ചുങ്ങൾക്കും ഉണ്ട്. ഇവർക്ക് കൊച്ചിനിപ്പോൾ ഇത് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്. ഉദരത്തിൽ കിടന്നപ്പോഴേ അത് കുതിച്ചാടുമല്ലേ. അപ്പം ആ ഉദരത്തെ ശിശുവിന് പോലും ഇത് മനസ്സിലാകുന്നുണ്ടതിൻ്റെ വലിയ സൂചനയാണ്. അപ്പം അങ്ങനെ ഇത് ചെയ്യുമ്പോഴത്തേനും നമ്മുടെ മാതാവിനോട് പറയണം, ഞങ്ങളുടെ അടുത്തേക്കും വന്നിട്ടേ അമ്മയുടെ സാന്നിധ്യത്താൽ ഞങ്ങളും പരിശുദ്ധാത്മാവിനെ നിറയാൻ ഇടയാക്കണം. അങ്ങനെ വന്നിട്ട് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം. എന്നിട്ട് രണ്ടാമതായിട്ട് കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ പൂർത്തിയാകുമെന്ന് വിശ്വസിച്ചവളാണല്ലോ ഭാഗ്യവതിയെ. അപ്പം അന്നേരം നമ്മളും പറയണം മാതാവിനോട്, അമ്മയെ പോലെ കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ പൂർത്തിയാകുമെന്ന് വിശ്വസിച്ച് അമ്മയുടെ ഭാഗ്യത്തിൽ ഞങ്ങളെയും പങ്കെടുപ്പിക്കണമെന്നേ. മൂന്നാമത്തേത് എലിസബത്ത് പറഞ്ഞേ, എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരാൻ എന്തു ഭാഗ്യമാണ്. ആ ഭാഗ്യത്തിൻ്റെ ഒരു ആശ്ചര്യത്തിലാണല്ലോ. കർത്താവിൻ്റെ അമ്മ അടുത്ത് വന്നതേ ഉള്ളൂ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അമ്മയായ ഭാഗ്യത്തിലായി നമ്മൾ. അന്നേരം ആ എലിസബത്തിൻ്റെ സന്തോഷത്തിൻ്റെ ആ ഒരു പ്രകാശ ദൂരങ്ങൾ അകലെയാണ് നമ്മളിപ്പോൾ. അത്രയും ഹൈറ്റിലേക്ക് നമുക്ക് വലിയ ലീപ്പ് കിട്ടി ആ സന്തോഷത്തിന് എന്ന് പറഞ്ഞാൽ. അതിൽ കൂടെ ഒരു സന്തോഷം നമുക്ക് ശരിക്കും മാതാവ് ഇങ്ങനെ വന്ന് മാതാവ് നമ്മുടെ അമ്മയായതുകൂടി അത്രയും വലിയ സന്തോഷത്തില്ല.
അപ്പം അത് നമ്മൾ ഓർക്കണം. അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ ആ ഒരു രഹസ്യത്തിൽ തന്നെ കിടക്കുവാണ്. ഒരു കുഞ്ഞു കാര്യത്തിൽ ഇപ്പോൾ അങ്ങനെ ദൈവം പരിശുദ്ധാത്മാവ് ഒരു ഇങ്ങനെ മുന്നോട്ടുള്ള കാലങ്ങളിൽ അന്ന് മനഃപൂർവ്വം വെളിപ്പെടുത്താത്തതും ഈ വചനത്തിനകത്ത് ഒളിച്ചു വെച്ചിട്ടുണ്ട്. അന്ന് മനഃപൂർവ്വമേ. കാരണം അന്ന് വാസം പറഞ്ഞ എലിസബത്തിന് വേണേ പറയാമായിരുന്നു, എൻ്റെ കർത്താവ് എൻ്റെ അടുത്ത് വരാനുള്ള ഭാഗ്യം. കർത്താവ് ഉണ്ടല്ലോ അവിടെ. എന്നിട്ടും പറഞ്ഞത് കർത്താവിൻ്റെ അമ്മേനെ പറഞ്ഞോളൂ. അപ്പം കർത്താവിന് ഉള്ളിൽ എവിടെയോ ഒരു മിസ്റ്ററിയിൽ മറയ്ക്കാനായിട്ടുള്ള ദൈവത്തിൻ്റെ അത് യഥാകാലങ്ങളിൽ വെളിപ്പെടുത്താനായിരിക്കുമേ. അപ്പം അങ്ങനെ കർത്താവിൻ്റെ അമ്മേനെ പറഞ്ഞോളൂ. അങ്ങനെ പറഞ്ഞേ. അപ്പം അങ്ങനെയുള്ള വചനത്തിൻ്റെ അതിനകത്ത് തന്നെ കുറേ കാര്യങ്ങളുടെ ധ്യാനങ്ങൾ കാണുമേ. ഞാനിങ്ങനെ ഈ മാതാവിന് നമ്മൾ ഈ ഈശോയുടെ രക്ഷയെക്കുറിച്ച് ചിന്തിക്കുമ്പോഴേ പെട്ടെന്ന് ഇങ്ങനെ ഓർമ്മ വന്നാൽ ഈശോയുടെ രക്ഷയെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോഴത്തേനും ഈശോ ശരിക്കും ഈ ഭൂമിയിൽ വന്ന് നമുക്ക് വചനത്തിൽ നിന്ന് അത് കൃത്യമായിട്ട് അങ്ങനെ ധ്യാനിച്ചെടുക്കത്തില്ല. ഈശോ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന വചനത്തിൽ നിന്ന് അങ്ങനെ ഒരു വലിയ ധ്യാനം കൂടെ നമുക്കുണ്ടായാലേ നമുക്ക് ശരിക്കുവേ ഈശോ സ്വർഗത്തിൽ നിന്ന് പിതാവിൻ്റെ ഏകജാതനായിട്ടാണ് വരുന്നത്. അങ്ങനെയല്ലേ? ഉള്ളി വിഗോട്ടൽ സണ്ണായിട്ടാണ് ഈശോ താഴെ വരുന്നത്. താഴെ വന്നിട്ട് ഈശോ നമ്മുടെ കൂട്ടത്തിൽ മനുഷ്യവർഗത്തിൻ്റെ കൂടെ ഒരു 33.5 വർഷം ജീവിച്ചിട്ട് തിരിച്ചു കയറി പോകുമ്പോൾ മഗ്ദലേന മറിയത്തോട് പറഞ്ഞത് ഇങ്ങനെയാണ്, ഞാൻ എൻ്റെ പിതാവിൻ്റെയും നിങ്ങളുടെ പിതാവിൻ്റെ അടുത്തേക്ക് പോകുന്നതെന്നാണ്. അപ്പോൾ ആ തിരിച്ചു കയറി പോകുമ്പോഴത്തേനും കാര്യങ്ങൾ മാറി. രക്ഷയുടെ വലിയ നമ്മുടെ മനുഷ്യവർഗത്തിനുണ്ടായിരുന്ന ഒരു വലിയ അനാഥത്വത്തെ മാറ്റിയിട്ട് നമുക്ക് ഭൂമിയിലെ പിതാവല്ലായിരുന്നുള്ളൂ. ഇപ്പോൾ ഈശോ രക്ഷ ഒരുക്കിയിട്ട് തിരിച്ചു കയറി പോയപ്പോഴത്തേനും നമുക്കൊരു നിത്യ പിതാവിനെ തന്നിട്ടാണ് തിരിച്ചു കയറി. അത് നമുക്ക് ഉദ്ദേശിക്കുന്ന ഭാഗ്യമല്ല കേട്ടോ. ദൈവത്തെ തന്നെ നമ്മുടെ പിതാവ് ഈശോയുടെ ഒറ്റയാക്കിയില്ല, സമമിട്ടാ പറഞ്ഞിരിക്കുന്നത്. എൻ്റെ പിതാവിൻ്റെ നിങ്ങളുടെ പിതാവിൻ്റെ അടുത്തേക്ക് പോകും. അങ്ങനെ ഈശോ നിത്യപിതാവിനെ തന്നു. ഈശോ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നപ്പം പിതാവിൻ്റെ ഏകജാതനായിട്ടാണ് ഒള്ളി വിഗോട്ടൻ സണ്ണായിട്ടാണ് തിരിച്ചു വരുന്നത്. തിരിച്ചു പോകുമ്പോൾ ഈശോ മാതാവിൻ്റെ കൂടെ മകനല്ലേ? തിരിച്ചു പോയി കഴിയുമ്പോൾ ഈശോ മാതാവിൻ്റെ മകനുമായി നമുക്ക് മാതാവിനെ അമ്മയായിട്ട് തന്നു. ഈശോയ്ക്ക് ഒരു അമ്മയായി. അങ്ങനെ വലിയ രക്ഷയിതുണ്ട്. നമുക്കും ഒരു നിത്യ അമ്മയായി. അങ്ങനെ ശരിക്കും സ്വർഗത്തിൽ നമുക്ക് നമ്മുടെ ഒരു രക്ഷയുടെ ഏറ്റവും ഫണ്ടമെന്റലായിട്ട് ആദ്യത്തെ ഒരു കാര്യമാണല്ലോ അത്. നമുക്കൊരു നമ്മുടെ അനാഥത്വം മാറ്റുക. നമ്മൾ സനാതരായി. അത് ഏതെങ്കിലും ഒരു ആളെ കൊണ്ടല്ല, ഒരു മാലാഖയെ കൊണ്ടുമല്ല. നിത്യനായ പിതാവ്, ഈശോയുടെ തന്നെ പിതാവ് നമ്മുടെ അപ്പനായി, ഈശോയുടെ തന്നെ അമ്മ നമ്മുടെ അമ്മയായി. അങ്ങനെ എന്നാ അനാഥത്വം മാറ്റിയെന്നറിയോ? അപ്പം അതെല്ലാം നമ്മളിങ്ങനെ ഈശോയുടെ ഈ ജപമാലയിലേക്ക് കൂടെ കടന്നു പോകുമ്പോഴും അല്ലെ മാതാവിനെ ഓർക്കുമ്പോഴും ദൈവം നമുക്ക് ഒരുക്കിയിരിക്കുന്ന രക്ഷയുടെ ഇങ്ങനെയെല്ലാം ഉണ്ട്. ഇതൊരു ഭാവം മാത്രമാണ് ഇത്രയും വലിയ കാര്യങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നതേ. അങ്ങനെ ഓർത്ത് അതിനൊരു വലിയ നന്ദി വേണം.